ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാര് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ള ദൈവ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി 5 വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും 5 തെരഞ്ഞെടുത്ത വചനങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഈ വചനഭാഗങ്ങൾ ദമ്പതിമാർ ഒരുമിച്ച് കേൾക്കുകയും ഈ വചനഭാഗങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുകയും എല്ലാ ദിവസവും ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സ്നേഹത്തെ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, വിടുതൽ, അനുഗ്രഹം പ്രാപിക്കും എന്ന് വചനം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ 5 വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും വേണ്ട വചനങ്ങൾ തരുന്നതാണ്. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യായാധിപന്മാർ 13:3. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. സങ്കീർത്തനങ്ങൾ 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഉൽപ്പത്തി 17:1-2. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ നിനക്ക് വളരെയേറെ സന്തതികൾ നൽകും. സങ്കീർത്തനങ്ങൾ 113:9. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. 1 സാമുവേൽ 1:27 ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു.